നമസ്കാരം, വിരാളൻ രുചിക്കളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഓണ വിഭവങ്ങളുടെ പരമ്പര കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ തുടങ്ങിയ ഒരു പരമ്പരയുണ്ടായിരുന്നു, ചട്നി സീരീസ്. അതായത് ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിലെയും പ്രധാനപ്പെട്ട ചട്നികളൊക്കെ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ ആ ചട്നി സീരീസിലെ അടുത്ത ഇനമാണിന്ന്. ഞാൻ വിനോദാണ്, കൂടെ പങ്കാളി രാധികയാണേ. പങ്കാളി, ഇന്ന് ഏത് ചട്നി, ഏത് സ്റ്റേറ്റിലെ ചട്നി? ഇന്ന് തമിഴ്നാടിന്റെ സ്വന്തം ചട്നിയാണ് കാരച്ചട്നി. കാരച്ചട്നി എന്ന് പറഞ്ഞാൽ സ്പൈസി ആയിട്ടുള്ള ഹോട്ടായിട്ടുള്ള ഒരു ചട്നിയാണ്. അപ്പൊ അതിനുള്ള ദോശയ്ക്ക് ഇഡ്ലിക്കൊക്കെ നമ്മൾ തമിഴ് റെസ്റ്റോറന്റിലൊക്കെ പോവുകയാണെങ്കിൽ ഈ ചട്നി അവിടെ ഉണ്ടായിരിക്കും, ദോശയ്ക്ക്. അപ്പൊ അതിനുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിരിക്കുകയാണ്. നമുക്ക് അതിനെ പരിചയപ്പെട്ടാലോ? ആയിക്കോട്ടെ. വേണ്ടത് ചെറിയ ഉള്ളിയാണ്, ചിന്ന വെങ്കായം അവര് പറയുന്നത്. അതൊരു 15 എണ്ണ. അത് ഞാൻ തൊലി കളഞ്ഞ് കഴുകി വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു മീഡിയം സൈസ് 2 തക്കാളി. അതിനി ചെറിയതായിട്ട് നമുക്ക് അരിയണം. പിന്നെ ഇതൊരു സ്പൈസി ആണെന്ന് പറഞ്ഞല്ലോ, 7 വറ്റൽമുളക്, വേണമെങ്കിൽ 8 എണ്ണം വേണമെങ്കിലും എടുക്കാം. പിന്നെ വെളുത്തുള്ളി 5 എണ്ണം. ചെറിയൊരു ഗോലിയുടെ വലിപ്പത്തിലുള്ള വാളംപുളി. പിന്നെ ഇത് താളിക്കാനുള്ളതാണ്. അത് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1/2 ടീസ്പൂൺ കടുക്, പിന്നെ കറിവേപ്പില, പിന്നെ വെള്ളം. ഇതിന്റെ ഉപ്പിന്റെ അളവ് ഞാൻ എടുക്കുന്ന സമയത്ത് പറയാം. പിന്നെ പ്രധാനപ്പെട്ട ഒന്നെന്ന് വെച്ചാൽ ഇതിന് നല്ലെണ്ണ തന്നെ വേണം. ആ ഒരു ഒതന്റിക് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ്. അപ്പൊ നമുക്ക് ആദ്യം ഈ തക്കാളി കുരുകുരാന്ന് അരിഞ്ഞാലോ? പ്രിപ്പറേഷനിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണേ. അതിൽ ഇനി നമുക്ക് വേണ്ട നല്ലെണ്ണയാണ് കേട്ടോ. നല്ലെണ്ണയിൽ 3 ടേബിൾ സ്പൂണിൽ 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ ഒഴിക്കാൻ പോവാണ്. ബാക്കി 1 ടേബിൾ സ്പൂൺ നമുക്ക് താളിക്കാനാണേ. അപ്പം 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. മീഡിയം ഫ്ലെയിം മതി കേട്ടോ. ചൂടായ ശേഷം ആദ്യം നമുക്ക് ഈ വറ്റൽമുളക് 7 എണ്ണം എടുത്ത് വെച്ചിരിക്കും, ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറ്റൽമുളക് ഒന്ന് വറക്കാം. ഒന്ന് ഹൈ ഫ്ലെയിം വേണ്ട, മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം. അതിന് ചെറുതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇടാം. അടുത്തത് നമ്മൾ വെളുത്തുള്ളി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. 5 വെളുത്തുള്ളി അത് ഇട്ട് കൊടുക്കാൻ പോവാം കേട്ടോ. അതും വെളുത്തുള്ളി ചിലപ്പോൾ പൊട്ടും, ശ്രദ്ധിച്ച് ചെയ്യും. അതും കൂടെ ഒന്ന് വാടട്ടെ, നല്ലൊരു മണമൊക്കെ വരട്ടെ. ആ വെളുത്തുള്ളിയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മുടെ ചിന്ന വെങ്കായം, അതായത് ചെറിയ ഉള്ളി 15 എണ്ണം നമ്മൾ ഒരു ഏതാണ്ട് ഒരു 3-4 മിനിറ്റ് എടുക്കും. ഇതൊന്ന് സോഫ്റ്റ് ആവണം. നമുക്കൊന്ന് ഫ്ലെയിം ഇപ്പോഴും നമ്മൾ മീഡിയത്തിൽ തന്നെ വെച്ചേക്കണം കേട്ടോ. ഇപ്പോൾ ഒന്ന് സോഫ്റ്റ് ആവട്ടെ. ഇതിൻ്റെ കളറൊക്കെ മാറി വരും. നമുക്കൊരു ചെറിയ ഗോൾഡൻ കളർ വേണം. ഇതൊന്ന് അതുവരെ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ വെങ്കായം, ചെറിയ ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവാള ഇട്ട് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 2 ചെറിയ സവാള. പക്ഷേ ഈ ഒതന്റിക് ടേസ്റ്റ് എപ്പോഴും അവർ ചെറിയ ഉള്ളി തന്നെയാണ് ഇത് ചെയ്യുന്നത്, തമിഴ് ഈ ചട്നി. അപ്പോൾ ഇനി ഇതില്ലാത്ത സ്ഥലത്താണെങ്കിൽ സവാള ഇട്ട് വേണമെങ്കിലും ചെയ്യാം, ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞ്. അപ്പോൾ ഏതാണ്ടൊരു ബ്രൗൺ കളറൊക്കെ ആവുന്നുണ്ടല്ലേ. നമ്മുടെ ചെറിയ ഉള്ളി കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ 2 തക്കാളി കുരുകുരാന്ന് അരിഞ്ഞ് വെച്ചത് അത് നമ്മൾ ഇടാൻ പോവാണേ. അതും ഇനി നല്ലപോലെ വെന്ത് എണ്ണ തെളിയണം. അതാണ് അതിൻ്റെ പാകം. ഒരു 2-3 മിനിറ്റ് എടുക്കും അത്. ഇതൊന്ന് നല്ലപോലെ വെന്ത് എണ്ണ തെളിയും. അതാണ് അതിൻ്റെ പാകം. നമ്മുടെ ടൊമാറ്റോ തക്കാളി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന്
എണ്ണ തെളിയട്ടെ. ഈ നമ്മൾ ഉപ്പിപ്പോഴൊന്നും ചേർക്കില്ല കേട്ടോ. നമ്മൾ ചമ്മന്തി അരയ്ക്കുന്ന സമയത്ത്, ചട്നി അരയ്ക്കുന്ന സമയത്ത് മാത്രമേ ഉപ്പ് ചേർക്കുന്നു. നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇത് എണ്ണയും പയ്യെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പുളി, ചെറിയ ഒരു ഗോലിയുടെ വലിപ്പത്തിലുള്ള പുളി അതുകൂടെ ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് ഇനി ഇത് നമ്മൾ ഓഫ് ചെയ്യണേ. ഇനി ഇതൊന്ന് ആറണം. ആറിയ ശേഷം മാത്രമേ നമ്മളിത് അരച്ചെടുക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നെല്ലിക്കയല്ല, പുളി, വാളം പുളിയൊക്കെ ചേർത്ത് ഇനി അത് അടയ്ക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോഴും ഉപ്പിടില്ല, അരയ്ക്കുമ്പോഴേ ഇടുള്ളൂ. പിന്നെ ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് ആറാൻ വയ്ക്കാം. തണുക്കട്ടെ. നമ്മുടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ചെറിയ ചട്നി ജാറുണ്ടല്ലോ, ചമ്മന്തി ജാറ്, അതിനകത്തേക്ക് നമുക്കിട്ട് ആദ്യം അടിച്ച ശേഷം നമ്മളിവിടെ ഇത് ചട്നി ജാറിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നമ്മളിത് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യം നമ്മളിതൊന്ന് അടിച്ച് വന്നിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. അതിനു മുമ്പ് ഉപ്പ് ചേർക്കേണ്ട സമയമാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ബാക്കി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർക്കാം. അപ്പോൾ ഞാനൊന്ന് ആദ്യത്തെ ഒരു അടി അടിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് വെള്ളം ചേർക്കാം. അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല മണം, അത് തന്നെ. ഇനി നമുക്ക് എത്രയാണോ, ഇതൊരു വെള്ളം പോലത്തെ ഒരു ചട്നി അല്ല, ഇത് ഒരു തരം ഇഡ്ഡലിയുടെ മാവ് പോലെയൊക്കെ ഇത്തിരി കുഴഞ്ഞിരിക്കുന്ന ടൈപ്പ്. അപ്പോൾ നമുക്ക് ഇപ്പം ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കാണും. ഞാനൊന്ന് അരച്ചിട്ട് വരാം. ഇത് കണ്ടു. ഇപ്പോൾ ഞാനിതിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇനി ഇതിലും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിലും ചേർക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഉപ്പെല്ലാം കറക്റ്റാണ്. എന്താണ് ഇച്ചിരി എരിയും പുളിയും ഇനി നമ്മളിതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് താളിക്കാൻ പോവാണേ. നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് താളിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കാം. അങ്ങനെയാണ് ചെയ്യും. ഇനി നമുക്ക് താളിക്കാൻ വെക്കാം. എണ്ണ ഇതിന് നല്ലെണ്ണ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ. അപ്പം നമ്മൾ മൊത്തം ഈ കാരച്ചട്നിക്ക് ഉപയോഗിച്ചത് 3 ടേബിൾ സ്പൂണാണ് ആദ്യം വഴറ്റാൻ. ഇപ്പോൾ ഇത് 1 ടേബിൾ സ്പൂൺ ചൂടായിട്ട് നമുക്ക് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടേ. ആദ്യം 1/2 ടീസ്പൂൺ കടുക് അതിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതേ 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് അത് കടുക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിടാൻ പോവാണ്. അതൊരു ഗോൾഡൻ കളർ ആവട്ടെ. നമ്മുടെ ഉഴുന്നൊരു ഗോൾഡൻ കളർ ആയി കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് ഫിനിഷ് ചെയ്യാം. ഉഴുന്ന് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമ്മുടെ 2 ചെറിയ കറിവേപ്പില ഇടാൻ പോകണേ. ഓക്കെ, ഓഫ് ചെയ്ത് നമ്മുടെ കാരച്ചട്നി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അത് ചൂടോടെ കൊണ്ടുവന്ന് അതിലേക്ക് കാരച്ചട്നി അഥവാ നമ്മുടെ നാട്ടിൽ തക്കാളി ചട്നി എന്ന് പറയാം അല്ലേ. തക്കാളി ചട്നി ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ തമിഴ്നാടിൻ്റെ കാരച്ചട്നി. അപ്പോൾ ചട്നി സീരീസ് നമ്മൾ വീണ്ടും തുടരും. പല സ്റ്റേറ്റിലെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മൾ സ്ഥിരമായിട്ട് പുറത്ത് കഴിക്കുന്ന ചട്നി തന്നെയാണ്, പക്ഷെ വീട്ടിലുണ്ടാക്കി നോക്കണം. ഗ്യാസിലും നന്ദനത്തിലും ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ മസാല ദോശയുടെ ശരവണഭവൻ ഒക്കെ കിട്ടുന്ന ചട്നി അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായും. അപ്പോൾ ഈ എപ്പിസോഡ്, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും അടുത്ത വിഭവവും അടുത്ത ചട്നി സീരീസുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി. പങ്കാളി, നമസ്കാരം.